സ്നേഹിതരെ, ഞാനിന്നൊരു അവക്കാഡോ അഥവാ ബട്ടർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു പഴത്തിൻ്റെ തൈ നടാൻ പോവുകയാണ്. അതിനായി ഞാൻ വീടിൻ്റെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് ഒരു തൈ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അവക്കാഡോ തൈ. ഈ തൈക്ക് ഏകദേശം 350 രൂപയാണ് എനിക്ക് ചിലവ് വന്നത്. ഏത് തൈയും നടാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല വളർച്ചയുള്ളതും കരുത്തുള്ളതുമായ ചെടി തിരഞ്ഞെടുക്കുക. ഇലകൾ വാടാത്തതും പുതിയ മുകുളങ്ങൾ വരുന്നതുമായ തൈകളാണ് വേണ്ടത്. തണ്ടിന് നല്ല കരുത്തും ഒടിവോ ചതവോ ഇല്ലാത്തതുമാണെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക. ചെടിയുടെ അഗ്രഭാഗം അഥവാ കൂമ്പ് നല്ല വളർച്ചയുള്ളതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ ചെടി നല്ല രീതിയിൽ വളർച്ചയുണ്ടാവുകയുള്ളൂ. ഇനി നടുന്നതിൻ്റെ ആദ്യപടിയായി നമുക്ക് ചകിരിച്ചോർ ആവശ്യമുണ്ട്. ചകിരിച്ചോർ അഥവാ കോക്കോപിറ്റ് എല്ലാ നഴ്സറികളിലും കൃഷിയുമായി ബന്ധപ്പെട്ട കടകളിലും ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ വാങ്ങിയ ചകിരിച്ചോർ ഒരു ദിവസം വെള്ളത്തിൽ മുക്കി വെച്ച് അടുത്ത ദിവസം ആ വെള്ളം പൂർണ്ണമായും ഒഴിച്ച് കളഞ്ഞതിന് ശേഷം വെയിലത്ത് ഉണക്കിയെടുത്ത ചകിരിച്ചോർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിൻ്റെ അമ്ലഗുണങ്ങളെല്ലാം നഷ്ടപ്പെടാൻ അത് കാരണമാകും. അത്തരത്തിൽ തയ്യാറാക്കിയ ചകിരിച്ചോർ ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ വേപ്പിൻ പിണ്ണാക്കടങ്ങിയ ഒരു വളത്തിൻ്റെ മിശ്രിതം എടുത്തിട്ടുണ്ട്. കൂടാതെ ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതിനോടുകൂടെ അല്പം മേൽമണ്ണും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മളെ തൈ നടാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ചകിരിച്ചോർ 2 കോരിയെടുക്കണം. അങ്ങനെ 2 കോരി ചകിരിച്ചോർ നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഇടുകയാണ്. പിന്നെ അതേ അളവിൽ തന്നെ നമുക്ക് ചാണകപ്പൊടി ആവശ്യമുണ്ട്. അതിനായി അതിലേക്ക് നമ്മൾ 2 കോരി ചാണകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. അതും നമുക്ക് അത്തരത്തിലുള്ള കടകളിൽ നിന്നും വാങ്ങാൻ ലഭ്യമാണ്. അങ്ങനെ 2 കോരി ചാണകപ്പൊടിയുടെ മുകളിലായി നമ്മളൽപ്പം മേൽമണ്ണ് ചേർത്ത് കൊടുക്കുകയാണ്. 2 കോരി മേൽമണ്ണ് കൂടെ ചേർത്തതിന് ശേഷം അതിലേക്ക് അല്പം വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും എല്ലാം അടങ്ങിയ ഒരു പ്രത്യേക വളത്തിൻ്റെ മിശ്രിതം ചേർക്കുകയാണ്. അതും ഇത്തരത്തിലുള്ള കടകളിൽ നിന്നും വാങ്ങാൻ ലഭ്യമാണ്. അതിനുശേഷം ഈ മിശ്രിതങ്ങളെല്ലാം നമ്മൾ നന്നായി യോജിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ മിശ്രിതങ്ങളെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. ഒരു ചട്ടിയാണ് അതിൻ്റെ അളവ്. ഇനി തൈ നടാനുള്ള സ്ഥലം കണ്ടെത്തണം. പറമ്പിൻ്റെ ഒരു മൂലയിലാണ് ഞാൻ സ്ഥലം കണ്ടെത്തിയത്. അതിനടുത്തായി പ്ലാവും കവുങ്ങും പേരയും എല്ലാം ഉണ്ട്. അല്പം തുറസായ സ്ഥലത്ത് വേണം നടാൻ. സൂര്യപ്രകാശം നല്ല രീതിയിൽ ലഭിക്കുന്ന സ്ഥലമാകണം. മണ്ണിൻ്റെ സ്വഭാവം പ്രശ്നമല്ല. ഞാൻ നടുന്നത് നല്ല വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ വീടിൻ്റെ ഇരുവശവും വെള്ളക്കെട്ട് നിറഞ്ഞതാണ്. 2 സൈഡിലും തോടുകളാണ്. ഭൂമി നിരപ്പിൽ നിന്നും 2 അടി താഴെ എപ്പോഴും വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഫലവൃക്ഷങ്ങൾ വെക്കുന്നതിനോ വളരുന്നതിനോ യാതൊരു തടസ്സവുമില്ല. എൻ്റെ വീട്ടിൽ തന്നെ നെല്ലിപ്പുളി അഥവാ അരിനെല്ലി, പപ്പായ തുടങ്ങി ഒരുപാട് ഫലവൃക്ഷങ്ങൾ വളരുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥലം പരിചയപ്പെടാം. റോഡിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറി തോടും ചിറയും എല്ലാം നിറഞ്ഞ ഒരു പാടത്തിൻ്റെ വക്കിലാണ് എൻ്റെ സ്ഥലം. തോടും ചളിയും നിറഞ്ഞതിനാൽ ഇവിടെ സാധാരണ രീതിയിൽ കൃഷി ചെയ്യാൻ സാധ്യമല്ല. നല്ല മണ്ണ് കൊണ്ട് നികത്തിയാണ് ഇവിടെ ഇതെല്ലാം സാധ്യമായത്. എന്നാലും അത് മേൽത്തട്ടിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഇതാണ് എൻ്റെ വീട്. ഇനി നമുക്ക് തൈ നടാൻ ആവശ്യമായ കുഴി എടുക്കണം.
അതിനായി വൃത്താകൃതിയിലുള്ള കുഴിയാണ് വേണ്ടത്. ഇളക്കമുള്ള മണ്ണായതിനാൽ കുഴി പെട്ടെന്ന് തയ്യാറായി. ഒരടി താഴ്ചയിലും ഒരടി തന്നെ വീതിയിലും ആണ് നമ്മൾ കുഴി എടുത്തിരിക്കുന്നത്. ഇളക്കമില്ലാത്ത മണ്ണാണെങ്കിൽ 1.5 അടി താഴ്ച എടുക്കുന്നതാണ് ഉത്തമം. അടുത്ത ഘട്ടം, ആദ്യം തയ്യാറാക്കിയ കൂട്ടിൻ്റെ പകുതി കുഴിയിൽ നിരത്തണം. കുഴിയുടെ ചുറ്റിലും വേണം ഇടാൻ. കുഴിയുടെ കാൽഭാഗം വരത്തക്ക രീതിയിൽ നമ്മളുടെ മിശ്രിതങ്ങളെല്ലാം വരുന്നതാണ്. അതിനായി മിശ്രിതമിട്ടതിന് മുകളിലായി അല്പം വളങ്ങളുടെ കൂട്ടുകൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ അല്പം വളങ്ങളുടെ കൂട്ടുകൂടെ ഇട്ടതിന് മുകളിലായി അല്പം മണ്ണ് കൂടെ ചേർക്കാം. നമ്മളുടെ കുഴിച്ച മണ്ണ് തന്നെ അല്പം അതിൻ്റെ മുകളിൽ വിരിച്ചു കൊടുക്കാം. കല്ലെല്ലാം ഉണ്ടെങ്കിൽ പ്രത്യേകം എടുത്തു കളയേണ്ടതാണ്. അതിനുശേഷം നമുക്ക് തൈ നടാം. ഇതിനായി തൈ നിൽക്കുന്ന പ്ലാസ്റ്റിക് കൂടി മുറിച്ച് കളയണം. അല്പം ശ്രദ്ധിച്ച് വേണം കവർ നീക്കം ചെയ്യാൻ. അതിനകത്തെ മണ്ണ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ആ പ്ലാസ്റ്റിക് കവർ കളയാൻ. ശ്രദ്ധയോടെ ഒരു കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് അത് നീക്കം ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ മണ്ണോടുകൂടെ തന്നെ തൈ കുഴിയുടെ നടുഭാഗത്തായി ഉറപ്പിച്ച് നിർത്തുന്നതാണ് ഘട്ടം. അങ്ങനെ തൈ കുഴിയുടെ നടുഭാഗത്തായി ഉറപ്പിച്ചതിന് ശേഷം അല്പം മണ്ണ് തൈയുടെ ചുറ്റിലുമായി ഇട്ട് കൊടുക്കണം. അങ്ങനെ ചുറ്റിലുമായി മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം മുൻപ് തയ്യാറാക്കിയ മിശ്രിതത്തിൻ്റെ ബാക്കിയുള്ളത് ചെടിയുടെ ചുറ്റുമായി ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുഴി പൂർണ്ണമായും മണ്ണുപയോഗിച്ച് മൂടുക. ഭൂമി നിരപ്പിൽ നന്നായി ചെടി മണ്ണിൽ ഉറച്ചു എന്ന് ഉറപ്പാക്കുക. സാധാരണഗതിയിൽ ഭൂമിനിരപ്പ് വരെ മണ്ണ് മതിയെങ്കിലും അതിശക്തമായ കാറ്റും മഴയും നിലനിൽക്കുന്നതിനാൽ ഞാൻ അല്പം മണ്ണുകൂടെ കൂട്ടി ചെടിയെ ഒരു കൂന കൂട്ടി നിർത്തുകയാണ്. കാറ്റിൽ തണ്ട് ഒടിയാതിരിക്കാനും അമിതമായ മഴ കൊണ്ട് വെള്ളക്കെട്ടിൽ വേരുകൾ നശിക്കാതിരിക്കാനുമാണ് ഇത്. മണ്ണെല്ലാം നല്ല രീതിയിൽ ചെടിക്ക് ചുറ്റും കൂട്ടിയതിനു ശേഷം കുറച്ച് കല്ലുകൾ എടുത്ത് ചെടിയുടെ ചുറ്റും നിരത്തുന്നുണ്ട്. മണ്ണ് പെട്ടെന്ന് മഴയിൽ ഒലിച്ചു പോകാതിരിക്കാനാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. മഴയില്ലാത്ത സാഹചര്യങ്ങളിൽ ഭൂമി നിരപ്പിൽ മണ്ണ് കൂട്ടുന്നതാണ് നല്ലത്. ഇത്തരത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് മണ്ണിനെ കൂന കൂട്ടുന്നത്. തൈ മണ്ണിൽ നന്നായി ഉറച്ചു എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇതാണ് നമ്മൾ നട്ടിരിക്കുന്ന ചെടിയുടെ അവസാന ഘട്ടം. കല്ലെല്ലാം നിരത്തി നല്ല രീതിയിൽ ചെടി നട്ടിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചുള്ള പരിചരണങ്ങൾ ഉടനെ ആവശ്യമില്ല. നല്ല രീതിയിൽ ചെടി വളർന്നിട്ടുണ്ട്. ഇനി 40 ദിവസങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ നന്നായിട്ട് ചെടി വളർന്നിട്ടുണ്ട്. പുതിയ ശാഖകളെല്ലാം വളരാൻ തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായും നല്ല ഗ്രോത്ത് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കീടബാധകളൊന്നും ഉണ്ടായിട്ടില്ല. ചെടിയുടെ അഗ്രങ്ങളെല്ലാം നല്ല രീതിയിൽ പുതിയ ഇലകളെല്ലാം വന്നിട്ടുണ്ട്. പഴയ ഇലകളൊന്നും കൊഴിഞ്ഞു പോയിട്ടുമില്ല. തണ്ടുകളിലെല്ലാം പുതിയ മുകുളങ്ങളെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെടി നല്ല കരുത്തോടെയാണ് വളരുന്നതെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇനി 3 വർഷത്തിന് ശേഷം നമുക്ക് കാണാം.